കൂടി പറയുന്നു. ഇതിന് മുന്നേ ദൈവവുമായി നിന്നപ്പോൾ വളരെയധികം പേടി മനസ്സിലുണ്ടായിരുന്നു. സംസാരിക്കുന്നത് ആശയങ്ങൾ പൂർണ്ണമായി സാധിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ പഴയ ഇന്ത്യയിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവത്തിന്റെ ആശ്വാസം പൂർണ്ണമായും എന്നെ പേടി വിട്ടുമാറി എന്നല്ല, ഈ ആവശ്യങ്ങളിൽ ഒരു അനുഭവം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും പറയുന്ന പോലെ ഞാൻ ഊബർ ടാക്സി ഓടിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ സ്ഥിരമായി എന്നെ യാത്രയിൽ വിളിക്കുന്ന ഒരു കസ്റ്റമർ, ഒരു വിശ്വാസിയാണ്. ഒരു കൂട്ടായ്മയിലുള്ള ആളല്ല, മറ്റൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വന്നൊരു വ്യക്തിയാണ്. മുസ്ലിം സമുദായത്തിൽ നിന്നും വന്നൊരു വ്യക്തിയാണ്. ചില പ്രതിസന്ധികൾ പ്രയാസങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ നേരിട്ടു. ദൈവം അവരെ സഹായിക്കുന്നു. വളരെ ഒരു സാക്ഷ്യമുള്ള ഒരു വ്യക്തി. അവർ തന്റെ സാക്ഷ്യം ഒരു കൂട്ടായ്മയിൽ അറിയിക്കുന്നതിനായി മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര പോകുന്നു. പോകുന്ന യാത്രയിൽ അവരുടെ സാക്ഷ്യം കേൾക്കണമെന്ന ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കൂടെ ഞാനും പോയി. ഫോട്ടോസ് എല്ലാം ആവശ്യപ്പെട്ടു. ഫോട്ടോസ് എടുത്ത് തരാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അവർക്ക് ഉറപ്പ് നൽകി. അങ്ങനെ ഞങ്ങൾ ആ യാത്ര ചെയ്ത് ഓഡിറ്റോറിയത്തിലെത്തി. ഓഡിറ്റോറിയത്തിൽ കേൾക്കാരോടും കടന്നിരുന്നു. പാട്ടുകൾ തുടങ്ങിയപ്പോൾ ചില വ്യത്യസ്തമായ നമുക്ക് പരിചിതമല്ലാത്ത ചില കാര്യങ്ങളാണ് നമ്മൾ തുടങ്ങി. ചില കണ്ടിവേഴ്സ് പറയുന്നു, ചില വാക്കുകൾ ഉപയോഗിച്ച് വീണ്ടും പറയുന്നു. ആ പാട്ടുകൾക്ക് ശേഷം ഒരു ദൈവദാസൻ, മാസ്റ്ററല്ല എന്നാണ് പറഞ്ഞത്, പക്ഷേ ദൈവദാസൻ സംസാരിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ചില ആലോചനകൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വ്യക്തമായി തോന്നുവാൻ ഇടയായതിനെല്ലാം കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ ശക്തി വ്യാപിക്കാൻ. ഇത് കേട്ടപ്പോൾ ഒരുപാട് പേർ കൈയടിക്കും, ചില തകർന്നു വീഴും. അങ്ങനെ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ. ചിലർ അദ്ദേഹം തലയിൽ കൈവച്ച് രോഗത്തിന് ആശ്വാസം നൽകുന്നു. ആ ഒരു മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഒരു രോഗശാന്തി അത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് ആണ് എന്നുള്ളത്. സന്തോഷമില്ലാതെ തന്നെ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമുള്ളത് കൊണ്ട് അവിടെ ഇരിക്കുവാനിടയായി. അതിനുശേഷം തിരിച്ചു വരുന്നത് അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ അതെല്ലാം കേട്ടപ്പോൾ കേൾവിക്കാരായിരിക്കുന്ന പലർ എനിക്കും തോന്നി, ഇവിടെ വന്ന ആൾക്കാർക്ക് രോഗങ്ങൾ ബാധിച്ചതൊന്നും ദൈവം അറിഞ്ഞിട്ടില്ല, പറയുമ്പോഴാണ് ദൈവം അറിയുന്നത് എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളായിരുന്നു. അതുപോലെ തന്നെ ഓരോ വീടുകളിലെ അവസ്ഥകൾ, കാര്യങ്ങൾ അദ്ദേഹം അറിയിക്കുമ്പോഴാണ് ദൈവം അറിയുന്നത്. അല്ലെങ്കിൽ ദൈവത്തെക്കാൾ അല്പം മുന്തിയ ഒരു ആൾ എന്ന രീതിയിലല്ല തോന്നിപ്പോകുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു. ദൈവകൃപയാൽ ഇതിന് മുന്നേയുള്ള ചില ആഴ്ചകളിൽ നമ്മുടെ സഹോദരിയുടെ ചാക്കോ സഹോദരൻ കണ്ണുറപ്പ് ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യവും ദൈവം അറിയുന്നു. അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല. ജീവിതത്തിൽ നിന്നും അദ്ദേഹം പറയുകയുണ്ടായി, ജീവിതത്തിൽ നിന്നും അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം വളരെ ആശ്വാസകരമായി. ഇന്നത്തെ ചിന്തയ്ക്ക് ഇത് വേറെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 17:19 വാക്യം. ഉൽപ്പത്തി 17:19. അതിനെ ദൈവം അരുളി ചെയ്തത്, അല്ല, നിന്റെ ഭാര്യയായ സാറ നിനക്കൊരു മകനെ പ്രസവിക്കും, നീ അവന് ഇസാക്ക് എന്ന് പേരിട്ടു. ഞാൻ അവനോടും അവന്റെ ശേഷം അവന്റെ സന്തതിയോടും എന്റെ നിയമത്തെ നിത്യനിയമമായി കൊടുക്കും. നമുക്ക് വളരെ പരിചിതമായ ഒരു കാര്യവാക്യം തന്നെയാണ് ഇവിടെ ദൈവം ഒരു നിയമത്തെ കുറിച്ച് പറയുന്നത്. നിത്യമായ നിയമത്തെ ഉറപ്പിക്കുമെന്ന് പറയുന്നു. ഇനി നമ്മൾ കഥ ചിന്തിക്കുന്നു. അബ്രഹാം ദൈവം തമ്മിലുള്ള ബന്ധം ഈ ഭാഗത്തിൽ മുൻപിലും
പിന്നെ അതിന് ശേഷവുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം അബ്രഹാമുമായി സംസാരിക്കുന്ന ചില കാര്യങ്ങൾ എല്ലാം നമുക്കിവിടെ കാണുന്നത് പല തവണ അബ്രഹാമിനോട് സംസാരിക്കും. നാം ഇതിനു മുന്നേ നോക്കുമ്പോൾ സമ്പത്ത് കൊണ്ടും ദാസീദാസന്മാരെ കൊണ്ടും ദൈവം ധാരാളമായി അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി 15:1-2 കൂടെ വായിക്കും. അബ്രഹാമിന് ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പഴമാകുന്നു. അതിന് കർത്താവായ നീ എനിക്ക് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നത് എന്റെ അവകാശി ഡെമസ്കേസുകാരനായ ഈ ഏലിയാസ് അത്രേ എന്ന്. നീ എനിക്ക് സന്തതി തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയായി. ദർശനത്തിൽ അബ്രഹാമിനെ ദൈവം ഈ ഒരു ദർശനത്തിൽ പ്രത്യക്ഷനാകുന്നത് അബ്രഹാം ചോദിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വായിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ അബ്രഹാമിന്റെ ഏറ്റവും വലിയ പ്രയാസം എന്ത് എന്ന് ചോദിച്ചാൽ ഡൗട്ടുമില്ലാതെ അബ്രഹാമിന് പറയാൻ സാധിക്കുന്ന കാര്യമാണ് തനിക്ക് മക്കളില്ല എന്നുള്ളൊരു കാര്യം. അതൊരു വലിയ പ്രയാസം തന്നെയാണ്. അത് ദൈവം തനിക്ക് അനുഗ്രഹിച്ച് നൽകിയ സ്വത്തുക്കൾ അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ അത് തന്റെ വീട്ടിൽ ജനിച്ച ദാസന് നഷ്ടപ്പെട്ടു പോകുന്നു. തുടർന്ന് അതൊരു വലിയ പ്രയാസം തന്നെയാണ്. തുടർന്ന് ഇതിന്റെ 5-ാം വാക്യം കൂടി മാറ്റി. പിന്നെ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്നത്. നിന്റെ സന്തതി ഇങ്ങനെയാകും അവനോട് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു. യഹോവ അവന് നീതിയായി കണ്ടു. ഒരു വാഗ്ദത്തമാണ് ഇവിടെ നൽകുന്നത്. അബ്രഹാമിനോട് പറയുന്നു, നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയാകും. ഇത് പൂർണ്ണമായും അബ്രഹാം വിശ്വസിക്കുന്നു. അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നാണ് കാണിച്ചത്. ഇനി നമുക്ക് സാറയെ കുറിച്ച് ചിന്തിക്കും. സാറ എല്ലാവർക്കും പരിചിതമായ കാര്യമാണല്ലോ, അതുകൊണ്ട് അതെടുത്ത് പറയുന്നില്ല. സാറയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അബ്രഹാം ഒരു മകനെ എന്തുമാത്രം ആഗ്രഹിക്കുന്നു അത്ര തന്നെ ഒരു മകനായി അല്ലെങ്കിൽ ഒരു കുഞ്ഞിനായി സാറയും ആഗ്രഹം കാണിക്കുന്നുണ്ട്. സാറയുടെ ആഗ്രഹം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളിൽ കാണാൻ സാധിക്കും. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സാറ അബ്രഹാമിനെ തന്റെ ദാസിയായ ഹാഗാറിന് നൽകുന്ന ഭാര്യയെ നൽകുന്ന ഒരു കാഴ്ച. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം സാറയ്ക്ക് ഒരു കുഞ്ഞിനായി എന്തുമാത്രം ആഗ്രഹമുണ്ട് എന്നത്. സാറ ഇവിടെ ഒരു പ്ലാൻ തയ്യാറാക്കി. എനിക്ക് മക്കളുണ്ടാക്കില്ല എന്നുള്ള തോന്നൽ മുഖാന്തരം തന്റെ ദാസിയായ ഹാഗറിലൂടെ അബ്രഹാമിന്റെ മകനെ അല്ലെങ്കിൽ കുഞ്ഞിനെ തനിക്ക് ലഭിക്കുന്ന ഒരു കാര്യം. ഇത് ഇങ്ങനെ ഒരു പ്ലാൻ സാറ തയ്യാറാക്കും. എന്നാൽ ദൈവം അബ്രഹാമിനെ സ്നേഹിക്കുന്ന ദൈവം ഒരു പ്ലാൻ തയ്യാറാക്കും. പ്ലാൻ അത് വരുന്നത് പദ്ധതി നടപ്പിലാക്കുന്നത് ഏകദേശം 14 വർഷങ്ങൾക്ക് ശേഷമാണ്. അതായത് സാറയ്ക്ക് ഹാഗാറിലൂടെ മകൻ ലഭിച്ച് അതിന് 14 വർഷങ്ങൾക്ക് ശേഷമാണ് സാറയ്ക്ക് എനിക്കൊരു മകനെ ലഭിക്കുന്നത്. നമ്മളിവിടെ കാണുന്നത് ദൈവിഷ്ടപ്രകാരമല്ലാത്ത തീരുമാനമെടുത്ത ഒരു സാറയാണ്. നമ്മളിങ്ങനെ നോക്കുന്നു, മാനുഷികമായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത ഒരു സാർ. തന്റെ പ്രായം അല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെ പ്രായം, തന്റെ ശാരീരിക ബലഹീനത ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് താൻ തീരുമാനമെടുക്കുകയാണ്. തനിക്ക് ഈ മക്കളെ അല്ലെങ്കിൽ മകനെ പ്രസവിക്കാൻ സാധിക്കില്ല എന്നുള്ളത്. ആ തീരുമാനം മുഖാന്തരം മറ്റൊരു കാര്യം കൂടി നടക്കുന്നു. ഹാഗാറിലൂടെ മകനെ വേണമെന്ന ആവശ്യത്തിലൂടെ തന്റെ ഭർത്താവിനായി നൽകും. എന്നാൽ ആ തീരുമാനം സാറയ്ക്ക് തന്റെ വിനയായി തീരുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ കാണുന്നു. ഹാഗറിന്റെ കണ്ണിനും സാറ താൻ നിന്ദിതയായി തീരുന്ന മാത്രമല്ല ഇസ്മായിൽ രീതിയിലുണ്ടായ മകൻ പരിവാസിയെന്ന് ഇവിടെ നമുക്ക് കാണാം. എന്നാൽ ദൈവം നിർണയപ്രകാരം സാറ അബ്രഹാമിന് ഒരു മകനെ നൽകുന്നത്. നമുക്ക് ആ ഭാഗത്ത് നിന്ന് നോക്കാം. തനിക്ക് മകനെ പ്രസവിക്കാൻ കഴിയില്ല എന്ന് കരുതി 14 വർഷങ്ങൾക്ക് ശേഷം അതേ മാതാപിതാക്കൾക്ക്
അതേ മാതാപിതാക്കൾക്കില്ല. അബ്രഹാമിനും സാറ വിചാരിക്കുന്നു തനിക്ക് മകനെ പ്രസവിക്കാൻ കഴിയും. 14 വർഷങ്ങൾക്ക് മുമ്പാണ് അങ്ങനെ വിചാരിക്കുന്നത്. എന്നാൽ 14 വർഷങ്ങൾക്ക് ശേഷം ഒരു മകനെ ലഭിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. സാറ അല്ലെങ്കിൽ സാറയും അബ്രഹാം തന്റെ കുറവുകളെ മുഴുവനായും അറിയുന്നത്, തന്റെ ശാരീരികമായ പോരായ്മകളെ അറിയുന്നതും ആ ദൈവം അവരുടെ പ്രയാസങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരു പദ്ധതി രൂപകൽപ്പന ചെയ്തത്. എന്നാൽ ആ പദ്ധതിക്ക് കീഴ്പ്പെടാതെ അല്ലെങ്കിൽ അതിന് സമയം നൽകാതെ മറ്റൊരു തീരുമാനത്തിലോട്ട് എത്തിയ ഒരു ഭാഗമാണ് നമുക്ക് വായിച്ച് തീർന്നത്. പ്രിയ ദൈവമേ, ദൈവം നമ്മെ മുഴുവനായി കാണും. നമ്മുടെ കുറവുകളും നമ്മുടെ ബലഹീനതകളും നമ്മുടെ മനസ്സിലെ പ്രയാസവും സകലവും അറിയുന്ന ഒരു ദൈവമാണ്. എന്തുകൊണ്ട് നമുക്കിത് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല, ഇനി ഒരു പക്ഷെ ഇത് ലഭിക്കുമോ എന്നുള്ള തീരുമാനങ്ങളല്ല അങ്ങനെ പക്ഷെ വരച്ചേക്കാം. എന്നാൽ നമ്മുടെ കുറവുകളെ അറിയുന്നത് ഇങ്ങനെ ചിന്തിക്കാം. കുറവുകളെ നമ്മളെക്കാൾ കൂടുതലായി അറിയുന്നത് ചിന്തിക്കാം. എന്റെ കുറവുകളെ മുഴുവനായി മനസ്സിലാക്കിയാൽ വളരെ മനസ്സിലാക്കിയാൽ കഴിവുണ്ടെങ്കിൽ എന്റെ കുറവുകളെ എനിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത എന്റെ കുറവ്, ആ കുറവുകളെ അറിയുന്ന ദൈവം എന്നെ സഹായിക്കാൻ എന്നോട് കൂടിയുണ്ട് എന്നുള്ളത് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. ആ ദൈവം നമ്മോട് കൂടി. നമുക്ക് ഒരു ഭാഗം കൂടി വായിക്കാം. 1 യോഹന്നാൻ 5:14. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നത് നമുക്ക് അവനോടുള്ള ധൈര്യമാണ്. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുമെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്ന് അറിയാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന കാര്യം ദൈവേഷ്ട പ്രകാരമുള്ള കാര്യങ്ങളാണോ എന്നുള്ളത് അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ തീർച്ചയായും ലഭിക്കുന്നത് തന്നെയാണ്. പക്ഷേ നാം ചോദിക്കുന്നതെല്ലാം ദൈവം നമ്മെ കുറിച്ച് നടത്തുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടമുള്ള കാര്യങ്ങളാണോ, നമ്മെ കുറിച്ച് ദൈവം നടപ്പിലാക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണോ നാം ചോദിക്കുന്നത് എന്നുള്ളത് ദൈവം നൽകുന്നത് ക്ഷമയോടെ കാത്തിരിക്കാൻ ദൈവത്തെ പ്രാർത്ഥിച്ച് വിശ്വസിച്ച് തെറ്റായ തീരുമാനങ്ങൾ